എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വലിയ പെരുന്നാൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കൂടുന്നത്. കഴിഞ്ഞ ചെറിയ ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടായിന്. ഹസ്ബൻഡ് നാട്ടിലുള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പം തന്നെ പോവുകയും ചെയ്തത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ പെരുന്നാൾ എന്തായാലും എൻ്റെ വീട്ടിൽ കൂടാൻ. അങ്ങനെ ഞാൻ 2 ദിവസം മുന്നേ തന്നെ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി ഞങ്ങൾ മൈലാഞ്ചിടലും പുത്തിരി കത്തിക്കലും പടക്കം പൊട്ടലൊക്കെ ആയിട്ട് നല്ല സന്തോഷമായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത്തെ വീഡിയോയും കൂടെ എടുക്കുക. അപ്പോൾ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഗൈസ് ഇന്ന് പൊന്നു മീനക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാണ്. നല്ല ഒന്ന് കമന്റ് ചെയ്യുക. ഇതാണ് മൈലാഞ്ചി ഇടല്. നാളെ ഞങ്ങൾക്ക് പെരുന്നാളാണ്. മൈലാഞ്ചി ഇട. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്ക്. ഇപ്പോൾ രാവിലെ സമയം 5:30 എല്ലാവരും ഉമ്മയും ഇവരൊക്കെ 5 മണിയായപ്പോൾ നീച്ചിക്കണത് പറഞ്ഞു. ഞാൻ നീച്ചാൻ കുറച്ച് ലേറ്റായി, ഞാൻ അറിഞ്ഞില്ല അവർ നീച്ചത്. അങ്ങനെ ഞാൻ വിചാരിച്ചു 2 വീട്ടിൽ എന്താ ഉണ്ടാക്കണമെന്ന് ചെന്ന് നോക്കാം. ചെറിയ കാക്കൂൻ്റെ അടുത്ത് എന്താ ഉണ്ടാക്കണമെന്ന് ഫസ്റ്റ് ചെന്ന് നോക്കാം. ചെറിയ കാക്കു അത്യാവശ്യം കുക്ക് ചെയ്യും. അപ്പോൾ അവിടെ ചെറിയ കാക്കു ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കാക്കൂൻ്റെ കുഞ്ഞോള് കൂടി കൊടുക്കാൻ മാത്രം. അപ്പോൾ എന്തായാലും ഓനെന്താ ഉണ്ടാക്കണം നമുക്ക് ചെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഭയങ്കര ഖുറാനോത്തും കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കുക്കിങ്ങും നടക്കുന്നുണ്ട്. കാക്കു രാവിലെ തന്നെ ഖുറാൻ ഓതുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഓരോന്ന്. അപ്പോൾ അതിനുള്ള ബിരിയാണിക്കുള്ള ഉള്ളി ഇവിടെ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കാക്കു പറഞ്ഞു നമ്മൾ ചിക്കൻ കൊണ്ട് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ വാപ്പാക്ക് ചിക്കൻ വലിയ ഇഷ്ടമില്ല. അപ്പം നമുക്ക് ബീഫിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ബീഫ് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ബീഫ് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓന് ചിക്കന് സ്റ്റോവിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ബിരിയാണിക്കുള്ള ചിക്കന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് ചോദിക്കാൻ നമുക്ക് ഓനോട്. ഓൻ്റെ ബിരിയാണി മന്തിക്ക് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഹൈദരാബാദി ബിരിയാണിയാണ്. ഇത് നമ്മൾ ഇട്ടതേ നോർമൽ മസാല, മഞ്ഞപ്പൊടി ഇട്ടുണ്ട്, പിന്നെ തൈര്. മെയിനായിട്ട് ഹൈദരാബാദിൽ തൈര്, തക്കാളി ഉപയോഗിക്കില്ല. പിന്നെ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കീറിയിട്ടത്, അങ്ങനെ ഉപ്പ്, മല്ലിച്ചപ്പ്, പുതിന. സാധാ ബിരിയാണിക്ക് ഇടുന്നത്. ബിരിയാണിക്കുള്ള ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കുഞ്ഞോള് മറ്റേ അടുപ്പത്ത് റൈസ് വേവിക്കാതെ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തൊക്കെ നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടില്ല, തിളക്കാനുള്ള ഒരുക്കങ്ങളാണ്. കുമ്മിളങ്ങനെ വരൽ തുടങ്ങിയതിന്. അപ്പം നമുക്കിത് തിളച്ചിട്ട് ഇതിലേക്ക് കഴുകി വെച്ച റൈസ് ചേർത്ത് കൊടുക്കണം. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇനി വലിയ ആക്കൂൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം, അവിടെ എന്താ ഉണ്ടാക്കണം നോക്കാം. ചെറിയ ആക്കൂന്ന് വെച്ചാൽ ചെറിയ മക്കളായതുകൊണ്ട് നാത്തൂന് ഹെൽപ്പ് ചെയ്യുക. ഇമ്മക്ക് എപ്പോഴും അടുക്കളയിൽ കയറേണ്ട ആവശ്യം വരലുണ്ട്. ഇപ്രാവശ്യം ചെറിയ ആൾക്ക് നാട്ടിലുള്ളതുകൊണ്ട് ഇമ്മക്ക് അങ്ങനെ അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല. വലിയ താത്താൻ്റെ അടുത്ത് വലിയ മക്കളാണ്, അതുകൊണ്ട് താത്താക്ക് സമാധാനത്തിൽ അങ്ങനെ സാവധാനം ഉണ്ടാക്കാം. അപ്പം ഞാൻ ചെന്നപ്പോൾ ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയാണ് പറഞ്ഞു. അപ്പോൾ കടായിക്കുള്ള ചിക്കനൊക്കെ ഇവിടെ വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ റൈസ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു കൊടുക്കുക. താത്ത ഞാൻ വന്നപ്പോൾ വെളുത്തുള്ളി സവാളയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പൊളിച്ചുതരാം, ഇഞ്ചി വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എടുത്തോന്ന് കണ്ട് ഞാൻ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു കൊടുക്കുന്നു. ഈ വെളുത്തുള്ളി പൊളിച്ചലും ഒക്കെ കഴിഞ്ഞാണ്ട് അപ്പുറത്ത് ചെന്നപ്പോൾ റൈസൊക്കെ ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി മുറ്റടിച്ചു വരാം. ചോറിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞല്ലോ വിചാരിച്ച് മുറ്റടിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. ഇമ്മെന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ എത്ര ആളുണ്ടെന്ന് നോക്കൂല. രാവിലെ പിന്നെ അടുക്കളയിൽ കുറച്ച് തിരക്കായിരിക്കൂലേ. അപ്പോൾ 2 നാത്തൂൻ താത്താർക്കും അടുക്കളയിൽ അതിൻ്റെതായ കുറച്ച് തിരക്കുണ്ടാവും. അപ്പോൾ അവിടെ കൂടിക്കൊടുക്കാനൊന്നും കാര്യമായിട്ടില്ലെങ്കിൽ ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങും, പിന്നെ അടിച്ചു വരും. ഉമ്മമാൻ്റെ പണി അങ്ങനെ മുന്നോട്ട് പോകും. ഉമ്മാൻ്റെ നിസ്കാരവും അങ്ങനത്തെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വാപ്പാക്ക് രാവിലത്തെ പ്രധാന ഡ്യൂട്ടിയാണിത്, കുട്ടികളെ പാല് കുടിപ്പിക്കൽ. പിന്നെ ഞാനും വേറൊരു ചൂല് തപ്പി തിരഞ്ഞെടുത്ത് വന്ന ഉമ്മ നമുക്കൊന്ന് ചൂല് കാണാതിരിക്കാനാ തോന്നുന്നുണ്ട് പാത്തച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ വരുന്നല്ലേ, അപ്പം നമ്മളൊന്ന് പണി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചൂല് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് ഞാനും അടിച്ചു വരാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ആളൊക്കെ അടിച്ചിരിക്കാൻ ഞാൻ വേഗം കഴിയൂലേ.
ഇവിടെ കൂടുതൽ മുറ്റമൊന്നുമില്ല, അത്ര തന്നെ ഉള്ളേനും. അങ്ങനെ എൻ്റെ അടിച്ചോരലൊക്കെ കഴിഞ്ഞ് ഇനി അകത്തേക്ക് പോകാൻ വിചാരിച്ച് അങ്ങനെ അകത്ത് അടിച്ചോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ കാക്കുൻ്റെ വീട്ടിൽ അടിച്ചോരന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്മയും ഇപ്പൊക്കെ ഇവിടെ തന്നെ. അപ്പോൾ എല്ലാവരും അധികം ഇവിടേക്കരം, അധികം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വന്നാൽ അപ്പോൾ ഇവിടെ എങ്ങനെ കൂടുതൽ പണി ഉണ്ടാവുക, കൂടുതൽ ആളുകൾക്ക് കൂടുതൽ പണി ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനിവിടെ അടിച്ചോരിയിട്ട് നമ്മളെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ വേഗം അടിച്ചോരി തുടച്ച് നമുക്ക് വേഗം കുളിച്ചിട്ട് ഒരുങ്ങാലോ വിചാരിച്ചുകൊണ്ട് അടിച്ചോരിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എൻ്റെ കാക്കുൻ്റെ ചെറിയ കുട്ടിൻ്റെ കലാപരിപാടി കാണാം. രാവിലെ തന്നെ നീച്ചോ, ചായ കുടിച്ചോ? എമ്മി രാവിലെ തന്നെ ആയതുകൊണ്ട് എമ്മിൻ്റെ മൂഡ് ശരിയില്ല, അല്ലെങ്കിൽ കുസൃതികളും വികൃതികളൊക്കെ കാണാനും. അപ്പോൾ പിന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ ഒരുങ്ങി പള്ളിയിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. വാപ്പ നേരത്തെ പള്ളിയിൽ പോയി. പിന്നെ ഇതാ ഇവർ മൂന്നാളും പോണ്. ഇവരൊന്നും കാത്തു നിന്നിട്ട് വാപ്പാൻ്റെ ഇഷ്ടത്തിന് എത്തൂല വിചാരിച്ചുകൊണ്ട് വാപ്പ നേരത്തെ പോയി. എന്നാലും ഇതിൽ ഒരാളെയും കൂടെ കുറവുണ്ട്, അയാൾ എവിടെയെന്ന് ചെന്ന് നോക്കാം. അപ്പോൾ ഓനിത് ഇവിടെ ഭയങ്കര അയൺ ചെയ്യുന്ന തിരക്കിലാണ്. ഓന് പെരുന്നാളായത് നേരം വെളുത്തിട്ട് അറിഞ്ഞത് തോന്നുന്നുണ്ട്. ഇനി എന്തായാലും ഓന് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. പിന്നെ മക്കൾക്ക് അങ്ങനെയാണല്ലോ, ആ സമയം വെച്ചിട്ട് അർജൻറ്റ് ഡ്യൂട്ടി ഒരുങ്ങണ ശീലമാണല്ലോ അധികം മക്കൾക്കും. എന്താ സിലോ ആന്റെ വീട്ടില് പെരുന്നാളായിട്ട് ബിരിയാണിയാ? അല്ല, അറിയില്ലോക്ക്. അങ്ങനെ നമ്മളെ ചിക്കൻ കടായി ഫ്രൈഡ് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. തുടച്ച് കഴിഞ്ഞിട്ടില്ല എൻ്റെ അമ്മച്ചി, ഇങ്ങനെ കുടിച്ചാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ നാത്തൂന്നാത്ത തുടക്കേനു ടോയ്ലറ്റ് കേക്ക് വെക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിയൊന്ന് തുടച്ചു വെക്കാം. എണ്ണ കണ്ടേ വിട്ട് അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ റൂമൊക്കെ വന്നിരിക്കുകയാണ്. മോളെ കുളിയൊക്കെ കഴിഞ്ഞ് മോള് മാറ്റിയിട്ടുണ്ട്. ഇനി ഏതായാലും ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മച്ചിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മൊഞ്ചത്തിയെ മാറ്റിയിട്ട് അങ്ങനെ കുഞ്ഞോളെ കുളിയും കഴിഞ്ഞ് ഓളും മൊഞ്ചത്തിയെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞോള് ചോറ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചോറൊക്കെ തിന്നണം. നമ്മൾ എല്ലാവരും പള്ളിയിൽ നിന്ന് വന്നിട്ട് ഒരുമിച്ച് തിന്നാൻ നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് തിന്നാനും ആർക്കും ഇവിടെ വലിയ ഇഷ്ടമില്ല. പിന്നെ നന്നായി വിശക്കുമ്പോൾ പിന്നെ ആരും കാത്തുക്കൊന്നുമില്ല. പിന്നെ ഇനി ആരെങ്കിലുമൊക്കെ ആയിട്ട് പെരുന്നാളായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ വന്നല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോകാൻ വിചാരിക്കണില്ല. ബീഫ് ഇത് വരട്ടിയത് ഒന്ന് തൂമിക്കണം വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഉള്ളി വാട്ടിയിട്ട് ജമ്മിച്ച് തൂമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൂക്ക് കുറച്ച് ചോറ് എടുത്തെടുത്തിക്കണേ. അതിന് ഒറ്റയ്ക്ക് തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ പ്ലേറ്റിൽ വെച്ചെടുത്താൽ അങ്ങനെ പകുതി പോകും, പകുതി തിന്നും, അങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ റോട്ടിൽ കൂടെ ഒക്കെ അത്യാവശ്യം തിരക്കുണ്ട്. പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാപ്പിയും കാക്കും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങളും ചോറുന്നട്ടെ. അങ്ങനെ ഞങ്ങൾ ചോറുന്നുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മോനും മക്കളും പേരക്കുട്ടികളൊക്കെ എത്തിയത്. അങ്ങനെ ഓൽക്കും ചോറ് കൊടുത്തു. അങ്ങനെ ഇനി ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഗസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓലൊക്കെ ഇങ്ങനെ സൽക്കരിക്കണം, അല്ലാതെ ഇനി പ്രധാന ഡ്യൂട്ടികളൊന്നുമില്ല. അപ്പോൾ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് വലിയൊക്കെ എത്തിയിട്ടില്ലേനു. പിന്നെ വന്നു, എല്ലാവർക്കും ഐസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അതൊക്കെ തിന്നിരുന്നു. പിന്നെ ഓരോരുത്തരായി വന്നും പോയൊക്കെ അങ്ങനെ ഇരുന്നു. അപ്പോൾ സന്തോഷമായി ഞങ്ങളെ പെരുന്നാൾ. അപ്പോൾ ഞങ്ങളെ പെരുന്നാൾ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി ടാറ്റാ.